Dear students, welcome to Learner's World. In this video, I'm going to talk about 38 smart questions to ask in a job interview, the Harvard Business Review Guide, FAUGP AC English Language Skill for Commerce and Management, first semester, Calcutta University. Harvard Business Review is a leading business management publication that provides in-depth analysis, research on a wide range of business topics. ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് പബ്ലിക്കേഷനാണ്. അതായത് വേരിയസ് റേഞ്ചിലുള്ള ബിസിനസ് ടോപ്പിക്സുകളാണ് അവർ അനലൈസ് ചെയ്യുന്നത്, അവർ റിസർച്ച് ചെയ്യുന്നത്. ഒരു ഇൻഡെപ്ത് അനാലിസിസാണ് അവർ നടത്തുന്നത്. ഈ ഒരു ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഗൈഡാണ് 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഇൻ എ ജോബ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. The 38 smart questions asked in a job interview guide from Harvard Business Review is a helpful tool for job seekers, offering strategies, advice on how to handle ഇൻ്റർവ്യൂസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഈ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ നൽകിയിട്ടുള്ള ഈ ഒരു ഗൈഡ്, ഇതിൽ 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ഒരു ജോബ് ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ പറയുന്നുണ്ട്. ഇത് ജോലി നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതുപോലെ നമുക്കൊരു അഡ്വൈസ് ഓഫർ ചെയ്യാണ് ഈ ഒരു 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസിലൂടെ. അതായത് എങ്ങനെ എഫക്റ്റീവായിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട്. 38 smart questions to ask in a job interview, the Harvard Business Review Guide. It's a comprehensive guide how to effectively use the "Do you have any questions for me?" opportunity in job interviews. അതായത് ഒരു ജോബ് ഇൻ്റർവ്യൂസിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഗൈഡ് നമുക്ക് നൽകുന്നത്. വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഈ ഒരു 38 ക്വസ്റ്റ്യൻസ് ഉള്ളത്. It suggests 38 smart questions to ask, focusing on understanding the job, team, company, culture and career development. ഇതിൽ 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അത് ആ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ആ ഒരു ജോബിൻ്റെ ടീം എങ്ങനെയായിരിക്കും, കമ്പനി കൾച്ചർ എങ്ങനെയാണ്, കരിയർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു 38 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. It emphasizes the importance of not asking about salary or benefits too early in the process and instead focusing on showcasing one's fit for the role and gathering crucial information about the position and company. അപ്പോൾ ഇതിൽ എംഫസൈസ് ചെയ്യുന്ന, ഊന്നൽ നൽകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് ആസ്കിങ് അബൌട്ട് സാലറി ഓർ ബെനിഫിറ്റ്സ് ടു ഏർലി. അതായത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും സാലറി ചോദിക്കരുത്, അല്ലെങ്കിൽ നമ്മളുടെ ബെനഫിറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കരുത്. അതിന് പകരമായിട്ട് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ എത്രത്തോളം ആ ഒരു ജോലിക്ക് ഫിറ്റാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ കമ്പനിയുടെ ആ ഒരു പൊസിഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് മാക്സിമം ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ദ പർപ്പസ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ ആൻ ഇൻ്റർവ്യൂ ഇസ് ടു ആസ്പെക്ട്സ്: ടു അസസ് വെദർ ദ ജോബ് ഇസ് റൈറ്റ് ഫോർ യു ആൻഡ് ടു ഷോ ദാറ്റ് യു ആർ റൈറ്റ് കാൻഡിഡേറ്റ്. അതായത് എപ്പോഴും ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ പർപ്പസ് എന്തിനാണ്? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്? എപ്പോഴും അതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾക്ക് ആ ഒരു ജോലി ശരിയായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോലി നല്ലതിനാണോ അല്ലെങ്കിൽ റൈറ്റ് ആണോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ജോലിക്ക് ഫിറ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് അസസ് ചെയ്യുക. ഇങ്ങനെ 2 പർപ്പസാണ് എപ്പോഴും ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്. ആസ്ക് അബൌട്ട് ദ ജോബ്സ്, റെസ്പോൺസിബിലിറ്റീസ്, പ്രോജക്ട്സ്, പെർഫോമൻസ് റിവ്യൂ പ്രോസസ് ആൻഡ് ഇമ്മീഡിയറ്റ് ടാസ്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ റോൾ ബെറ്റർ. എപ്പോഴും നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിൽ ചോദിക്കേണ്ടത് ആ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊജക്ട്സിനെ കുറിച്ചിട്ട്, പെർഫോമൻസ് റിവ്യൂ പ്രോസസ്സിനെ കുറിച്ചിട്ട്, അതുപോലെ ഇമ്മീഡിയറ്റ് ടാസ്കിനെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇതൊക്കെ ആ ഒരു റോള് ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. Making questions personal helps the interviewer visualize you in the role, which can be a psychological trick to make them more likely to consider you for the position. പിന്നീട് നമ്മളെപ്പോഴും
കുറച്ചുകൂടെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇത് ഇൻ്റർവ്യൂവർക്ക് നമ്മൾ ആ ഒരു സ്ഥാനത്ത്, ആ ഒരു പൊസിഷനിൽ അവർ വിഷ്വലൈസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ട്രിക്കാണ്. അതായത് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ ഇത് കാരണമാകും. എൻക്വയർ അബൌട്ട് ദ ടീം ഡൈനാമിക് സ്കിൽസ് നീഡഡ്, ചലഞ്ചസ് ആൻഡ് പൊട്ടൻഷ്യൽ ചേഞ്ചസ് ഇൻ റെസ്പോൺസിബിലിറ്റീസ് ടു മെഷർ യുവർ ഫിറ്റ് വിത്തിൻ ദ ടീം. അതുപോലെ എപ്പോഴും ആ ഒരു ടീം ഡൈനാമിക്സ്, എന്തൊക്കെയാണ് സ്കില്ല് ആവശ്യമായിട്ടുള്ളത്, ചലഞ്ചസ്, ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എൻക്വയറി ചെയ്യുക. ഇത് നമ്മൾ ആ ഒരു ടീമിൽ എത്രത്തോളം ഫിറ്റാണെന്ന് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ് ദ കമ്പനീസ് ഗോൾസ്, വാല്യൂസ് ആൻഡ് ഗ്രോത്ത് പ്ലാൻസ് ടു സീ ഇഫ് ദേ അലൈൻ വിത്ത് യുവർ ഓൺ ആസ്പിറേഷൻസ് ആൻഡ് വാല്യൂസ്. അതുപോലെ കമ്പനിയുടെ ഗോള് മനസ്സിലാക്കുക, വാല്യൂസ്, ഗ്രോത്ത് പ്ലാൻസ്, ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങളുടെ ആസ്പിറേഷൻസ് ആൻഡ് വാല്യൂസുമായിട്ട് എത്രത്തോളം ചേർന്ന് പോകാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Be cautious not to ask questions that can be easily answered with a quick Google search, showing that you have done your homework. അതുപോലെ നിങ്ങൾ വളരെയധികം കോഷ്യസ്, വളരെയധികം അലേർട്ടായിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആവരുത്. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു പ്രശ്നം അവർ മനസ്സിലാക്കും, നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻസ്. Explore company culture by asking about employee experiences and traditions to get a feel for the work environment. അതുപോലെ കമ്പനി കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ള എംപ്ലോയീസിൻ്റെ എക്സ്പീരിയൻസസ് ചോദിച്ച് മനസ്സിലാക്കുക, അവർ കമ്പനിയുടെ ട്രഡീഷൻസ് മനസ്സിലാക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു വർക്ക് എൻവയോൺമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. Focus on career development opportunities, learning prospects within the company to see your future growth. അതുപോലെ എപ്പോഴും കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോക്കസ് ചെയ്യുക, പ്രോസ്പെക്ട്സ് ലേൺ ചെയ്യുക. ഇതൊക്കെ കമ്പനിക്കകത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൺക്ലൂഡ് ദ ഇൻ്റർവ്യൂ ബൈ ആസ്കിംഗ് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ ഹയറിംഗ് പ്രോസസ്സ് റാദർ ദാൻ ജമ്പിങ് ടു സാലറി ഓർ ബെനിഫിറ്റ്സ് ഡിസ്കഷൻ. പിന്നീട് ആ ഒരു ഇൻ്റർവ്യൂ കൺക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ്. അതായത് നെക്സ്റ്റ് ഹയറിംഗ് പ്രോസസ്സ്, നിങ്ങൾ ആ ഒരു അപ്പോയിൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അല്ലാതെ സാലറിയെ കുറിച്ചിട്ടോ നിങ്ങളുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊന്നും പെട്ടെന്ന് ചാടിക്കയറി ചോദിക്കരുത്, ആ ഒരു ഡിസ്കഷനിൽ ചോദിക്കരുത് എന്നാണ്.